ഞാൻ നേരത്തെ ഗ്രീൻലാൻഡിനെ പറ്റി, അതായത് അമേരിക്കയുടെ ബോസ്റ്റണുമായിട്ട് ഏകദേശം 2500-3000 കിലോമീറ്റർ ദൂരെയും ന്യൂയോർക്കിൽ നിന്ന് ഏകദേശം 3000 കിലോമീറ്റർ ദൂരം കാനഡയ്ക്ക് അടുത്ത് കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചില മലയാളം ചാനലുകൾ ഇതേ സാധനങ്ങൾ തന്നെ കോപ്പി അടിച്ച്, കുഴപ്പമില്ല, എനിക്കതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അമേരിക്ക വളരെയധികം വർഷങ്ങളായിട്ട് നോക്കി വെച്ചിരിക്കുന്ന ഒരു ദ്വീപാണ് അത്. അമേരിക്ക ഇപ്പോഴാണ് ട്രംപിന് താല്പര്യമായത് അത് വാങ്ങണം. തെറ്റായ വാർത്തയാണ് സംഭവം പറയുന്നത്. അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്, സംഭവം സത്യമായിരുന്നു. കാരണം അവിടുത്തെ ഈ മിനറൽസ് ആണെങ്കിലും ഈ പറയുന്ന റയർ എർത്ത് മിനറൽസ് ആണെങ്കിൽ താല്പര്യമുണ്ട്, അവിടുത്തെ ക്രൂഡ് താല്പര്യമുണ്ട്, ഗ്യാസ് താല്പര്യമുണ്ട്, അവർക്ക് താല്പര്യമുള്ള വിഷയമാണത്, സമ്മതിച്ചു. പക്ഷെ ഇപ്പം പെട്ടെന്ന് ഈ ഗ്രീൻലാൻഡിനെ പറ്റി ഇത്ര സംഭവം ഉണ്ടാകാൻ കാരണം എന്തുവാ? അത് ഈ മലയാളം ന്യൂസ് ചാനലുകൾ അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യാതെ പറഞ്ഞു. അപ്പം ഞാനത് സെക്കൻഡ് പാർട്ടിൽ പറയാൻ വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ വീണ്ടും ചെയ്യേണ്ടി വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൻ്റെ അകത്ത് അമേരിക്കയുടെ താല്പര്യം പ്രധാനപ്പെട്ടത് ഈ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞത് ഡെൻമാർക്കിൻ്റെതാണ്. ഡെൻമാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, പക്ഷെ ഓട്ടോണമസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 56,000-57,000 പേര് ഉള്ളവിടെ ടോട്ടൽ ആൾക്കാർ. അപ്പം ഏകദേശം 80% ഐസ്ലാൻഡ് ആർട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അവിടെ എപ്പോഴും തണുപ്പാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ താല്പര്യം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ചില ആൾക്കാർ എൻ്റെ താഴെ കമൻറ്റ് പറഞ്ഞു, എന്തുകൊണ്ട് ഫ്രാൻസിനും ബ്രിട്ടനും മറ്റുള്ള രാജ്യങ്ങൾക്കും ഇത് വാങ്ങിച്ച് എടുത്തുകൂടെ എന്ന് ചോദിച്ചു. ഇതിനൊക്കെ ആൻസറായി തരുന്നത്. പെട്ടെന്ന് അമേരിക്കൻ ഇൻട്രസ്റ്റ് ഇത്രയും പ്രശ്നമാകാനുണ്ടായ കാരണം, അമേരിക്കൻ താല്പര്യം കയറി വരാനുണ്ടായ കാരണം, അവിടെ ഖനനം ചെയ്യാൻ വേണ്ടി ഡെൻമാർക്ക് ബ്രിട്ടീഷ് കമ്പനിയെ ഏൽപ്പിച്ചു. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കമ്പനിയെ ഏൽപ്പിച്ചു കൺസൾട്ടൻ്റായിട്ട്. ബ്രിട്ടീഷ് കമ്പനി എന്ത് ചെയ്തു? ഇതിൻ്റെ മൈനിങ്ങിൻ്റെ വർക്കിന് വേണ്ടി ചൈനീസ് കമ്പനി ഏൽപ്പിച്ചു. കാരണം ചൈനീസ് കമ്പനികൾ അതിൻ്റെ അകത്ത് ഭയങ്കര എക്സ്പേർട്ടാണ്. ചൈനീസ് മൈനിങ് നിങ്ങൾ കേട്ട് കാണും. ഈ എക്സ്ട്രാക്ട് ചെയ്യാനും മൈനിങ്ങിനൊരു ഭയങ്കര വിദഗ്ധരായ ചൈനീസ് കമ്പനികൾ. ഇപ്പോഴും ഇന്ത്യൻ കമ്പനികൾ വിദഗ്ധരായിട്ട് വരുന്നുണ്ട് ഇപ്പോഴും. അതായത് വളരെ വർഷങ്ങൾക്ക് ശേഷം, ലിബറലൈസേഷന് ശേഷം ഇന്ത്യൻ കമ്പനികളും ഗ്ലോബലി കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ ചൈനീസ് കമ്പനി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഏകദേശം 5,000 പേര് വന്നു ലേബറായിട്ട്. പിന്നീട് ചൈനയെന്ന് ഇപ്പോൾ ടോട്ടലായിട്ട് ചൈനീസ് ആൾക്കാർ അവിടെ ഉള്ളത്, അവിടെ ആകെ 56,000 പേരേ ഉള്ളൂ. ഏകദേശം 15,000-17,000 ചൈനീസ് അവിടെ ഉണ്ട് ഇപ്പോൾ. അതായത് ചൈനയുടെ താല്പര്യം കയറി. അപ്പോൾ അവിടെ ചൈനീസ് ലാംഗ്വേജായി. അതായത് ചൈന അത് പിടിച്ചെടുക്കാനുള്ള രീതിയിലോട്ട് പോകാൻ തുടങ്ങി. ഇതാണ് സംഭവം. ഇവിടെയാണ് ട്രംപ് കയറി പറഞ്ഞ് ഞങ്ങളിത് പിടിച്ചെടുക്കും. ഇപ്പോഴതിൻ്റെ ഏറ്റവും ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഡെൻമാർക്ക് അമേരിക്കയുമായിട്ട് ചർച്ച നടത്താൻ തുടങ്ങി. അവരൊരു ടീമിനെ വിട്ടു, ഡിസ്കഷൻ നടത്തുകയാണ് അത് വിൽക്കുന്ന കാര്യത്തിൽ. കാരണം അവിടെ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. കാരണം അവർ ഡെവലപ്ഡ് അല്ല. കാരണം ഡെൻമാർക്കിൻ്റെ ആ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുകയാണ്. കാരണം അവിടെ സ്കൂളാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ. കാരണം അവിടെ 40% ആളുകളും അവിടെ ഗവൺമെൻറ് സെർവൻ്റാണ്, ഡെൻമാർക്കിൻ്റെ ഗവൺമെൻറ്. കാരണം ഡെൻമാർക്കിൻ്റെ അങ്ങോട്ട് പണം കൊടുക്കുകയാണ് ഏകദേശം 3 ബില്യൺ അടുത്ത്. കാരണം ഇവർക്ക് സാലറി മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി. കാരണം ഡെൻമാർക്ക് എന്തൊക്കെ ഒഴിഞ്ഞു പോകണമെന്ന് താല്പര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ അമേരിക്കയ്ക്ക്, പിന്നെ നിങ്ങൾ ചോദിക്കൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് അമേരിക്ക ഒഴികെ മറ്റുള്ള രാജ്യങ്ങൾ ഏറ്റെടുക്കാത്തത്? നോർമൽ ചോദ്യം. നിങ്ങൾ ഉദ്ദേശിക്കേണ്ട സംഭവമുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒന്നുകിൽ അമേരിക്ക ഏറ്റെടുത്താലേ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, രണ്ടാമത് ചൈന ഏറ്റെടുക്കണം. ഒന്നാമത് അവരുടെ കയ്യിലേ ഉള്ളൂ ഇത്രയും വലിയ ക്യാപിറ്റൽ ഉള്ളത്, ഇത്രയും വലിയ മാൻ പവർ ഉള്ളത്, ഇത്രയും വലിയ കമ്പനികളുള്ളത്. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഫ്രാൻസ് കയറി ഏറ്റെടുക്കുകയും ബ്രിട്ടൻ കയറി ഏറ്റെടുക്കുകയും ജർമ്മനി കയറി ഏറ്റെടുത്താലൊന്നും ശരിയാവത്തൊന്നും വലിയ സംഭവം. കാരണം എന്ത് ബില്യൺസ് മുടക്കണം. ആർട്ടിക് ആ റൂട്ട് മെൽറ്റ് ചെയ്യുന്ന ആ റൂട്ട് റൂട്ടാക്കി എടുക്കണം. പിന്നീട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിന് അവിടെയുള്ള കമ്പനികൾ വേണം, അതേപോലെയുള്ള കമ്പനികൾ. കാരണം അതിനകത്ത് എക്സ്പെർട്ടൈസ് ചെയ്യണം. ഇപ്പം
അത് കാരണം ശരിക്കും മാൻ പവർ വേണം. നിങ്ങൾ ഉദ്ദേശിക്കുക സിമ്പിളായിട്ട് പോയൊക്കെ ചെയ്യുന്ന സംഭവമല്ല. ഇത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നല്ല മാൻ പവർ വേണം, അതേപോലെ എക്സ്പെർട്ടൈസ് ചെയ്ത കമ്പനികൾ വേണം. ഉറപ്പായിട്ടും ഈ അമേരിക്ക അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് അവിടേക്ക് എൻട്രി കിട്ടും. കാരണം ഇന്ത്യൻ കമ്പനികൾ പലരും ഇപ്പോൾ ഗ്ലോബലായിട്ട് കോമ്പറ്റ് ചെയ്യാൻ തുടങ്ങി. പല മേഖലയിലും, മൈനിങ്ങിലാണെങ്കിലും മറ്റു പല സെക്ടറിലോട്ടും. അത് നിങ്ങൾ കാണുന്നതാണ്. അഡാനി ആണെങ്കിലും മറ്റു പല കമ്പനികളാണ്, റിലയൻസ് ആണെങ്കിലും ടാറ്റയാണെങ്കിലും മൈനിങ്ങിൻ്റെ അകത്തൊരു എക്സ്പെർട്ടൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് ചൈനയുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് മാറി. അപ്പം അമേരിക്ക അവിടെ പോയി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഇന്ത്യൻ കമ്പനികൾ അങ്ങോട്ട് എൻട്രി കിട്ടും. അപ്പം ഇന്ത്യൻ കമ്പനികൾക്ക് അത് മനസ്സിലാക്കേണ്ടത്, ഇപ്പം അമേരിക്കയിൽ പോലും, അതായത് അവിടെ ക്രൂഡാണെങ്കിലും മറ്റുള്ള ഇപ്പം കാലിഫോർണിയയിലാണെങ്കിലും ടെക്സാസിലാണെങ്കിലും പലയിടത്തും ഇന്ത്യൻ കമ്പനികളുണ്ട് വളരെ ആക്റ്റീവായിട്ട്. മനസ്സിലാക്കേണ്ട പോയിന്റാണ്. ഇതൊന്നും ഈ മലയാളം മീഡിയയിൽ ഈ സംഭവം പറയുന്നില്ല, എത്രമാത്രം ഇന്ത്യൻ കമ്പനികളോട് ആക്റ്റീവാണ്. അതുകൊണ്ടാണ് അഡാനിക്ക് അവിടുന്ന് പണം പിരിക്കാൻ പറ്റിയത് പെട്ടെന്ന്. കാരണം അയാളുടെ പവർ പ്രോജക്റ്റ്, കാരണം അഡാനി ഈസ് വെരി ആക്റ്റീവ് ഇൻ US. അതേപോലെ പല ഇന്ത്യൻ കമ്പനികളും വളരെ ആക്റ്റീവാണ്. ഇനി അടുത്തൊരു സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ അമേരിക്ക ലോകത്തെല്ലായിടത്തും ബേസ് ഉണ്ട്. ഈ ബേസ് ഉള്ളിടത്തെല്ലാം അമേരിക്കയ്ക്ക് ഡിഫൻസ് കോൺട്രാക്ടേഴ്സ് വേണം, പലത് സപ്ലൈ ചെയ്യാനോ അതും ഇതും ഒക്കെ, കൺസ്ട്രക്ഷൻ അതും ഇതും ഒക്കെ. ഇതിൽ അമേരിക്കൻ കമ്പനികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവരുടെ ഡിഫൻസ് കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനികളാണ്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ക്ലാപ്പന്മാർക്ക് കോപ്പറയും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എവിടെയാണ് അമേരിക്ക. കാരണം അമേരിക്കയ്ക്ക് വിശ്വസിക്കാതെ ഇന്ത്യൻ കമ്പനികളെ. അപ്പോൾ അത് കാരണം ഡിഫൻസിൻ്റെ കോൺട്രാക്ടർ. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതലുള്ള ഡിഫൻസിൻ്റെ അമേരിക്കൻ ബേസുകളാണെങ്കിൽ അമേരിക്കയിലും അവർക്ക് സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് അമേരിക്കൻ കമ്പനികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യൻ കമ്പനികളാണ്. അത് ആദ്യം പിടികിട്ടണം. അപ്പം ഇതേപോലെ തന്നെ ഈ പറയുന്ന ഗ്രീൻലാൻഡിൽ അമേരിക്ക എത്തുവാണെങ്കിൽ ഇതേ ഇന്ത്യൻ കമ്പനികൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പം ചിലപ്പോൾ ഇന്ത്യയിൽ വലിയ വാർത്തയുണ്ട്. കാരണം റഷ്യയുമായിട്ട് അവർ സാങ്ഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. വെർട്ടിക്കൽസ് ചില ഇന്ത്യൻ കമ്പനിക്കെതിരെ US സാങ്ഷൻ ഏർപ്പെടുത്തി. അത് ഉറപ്പായിട്ട് ഇന്ത്യൻ കമ്പനികളെ ബാധിക്കും. കാരണം പല ഇന്ത്യൻ കമ്പനികളും അമേരിക്കൻ ഡിഫൻസുമായിട്ടും അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ടും അമേരിക്കൻ കമ്പനികളുമായിട്ട് ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കമ്പനികളുടെ മുമ്പോട്ടുള്ള പോക്കിനെ ഇത് ബാധിക്കും. അതുകൊണ്ടാണ് ഇത് വാർത്തയാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന റഷ്യയുമായിട്ട് ഉക്രൈനുമായിട്ടും മറ്റു പല രാജ്യങ്ങളും അമേരിക്കൻ സാങ്ഷൻ അവിടെ ഉണ്ട്. പല ഇന്ത്യൻ കമ്പനി അവിടെ നിന്ന് മാറും. കാരണം ഇവർക്കെല്ലാം ആക്റ്റീവ് ബിസിനസ്സുള്ള അമേരിക്കയായിട്ട്, അമേരിക്കൻ കമ്പനികളുമായിട്ട്. അതുകൊണ്ട് അവരങ്ങ് പിന്മാറി. ഈ സപ്ലൈ ആണ്. കാരണം ആലോചിച്ച് നോക്കുക, അമേരിക്കൻ കമ്പനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിഫൻസ് സപ്ലൈ ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികളാണ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഭവം ഈ പറയുന്ന ഗ്രീൻലാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, അമേരിക്കൻ അത്രത്തോളം. അത് ഉറപ്പായിട്ടും ഇന്ത്യയിൽ നിന്ന് വലിയൊരു രീതിയിലുള്ള ജനങ്ങൾക്ക് അവിടെ എംപ്ലോയ്മെൻറ്റും അവിടെ ബിസിനസ് തുടങ്ങാൻ അവസരം കിട്ടുവാണ്. ചൈന വന്ന് അവിടെ ബിസിനസ് കിട്ടും. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്, അത് പവർ എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമി ആണെങ്കിൽ അതോടുകൂടി നമ്മുടെ എക്കോണമി മാറും. കാരണം ഇന്ത്യൻ കമ്പനികളല്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗ്രീൻലാൻഡിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. അടുത്തൊരു സംഭവം, ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ അടുത്തൊരു അമേരിക്ക ഉണ്ടാകാൻ പോവുകയാണ്. കാരണം അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞ് അതേപോലെ പൊട്ടൻഷ്യലായിട്ടുള്ളൊരു ദ്വീപാണിത്. അപ്പം അവിടെ അതിൻ്റെ ഈ പറയുന്ന സീ റൂട്ട് വളരെ മെൽറ്റ് ചെയ്ത ഐസ്, ആർട്ടിക്കിൽ കൂടെ സീ റൂട്ട് വേറെ ഉണ്ട്. അത് പെട്ടെന്ന് യൂറോപ്പും മറ്റുള്ള രാജ്യങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ധാതുക്കൾ, ക്രൂഡ്, ഇതെല്ലാം അവിടെ ഉണ്ട്. ചൈനയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് വളരെ സൈലൻ്റ് ആയിട്ട് അമേരിക്കയോട് പറഞ്ഞ് എങ്ങനെ ഇതൊക്കെ എടുക്കുക. ഇതുണ്ടായ സംഭവമാണ്. കാരണം നമ്മളത് സപ്പോർട്ട് ചെയ്തു. ഇപ്പം ജയശങ്കർ അമേരിക്കയിൽ പോയി ഈ ട്രംപ് ഇവരെയൊക്കെ ചെന്ന് കണ്ടു. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എങ്ങനെയെങ്കിലും ഗ്രീൻലാൻഡ് എടുക്കുക. കാരണം ചൈന അവിടെ കയറി കഴിഞ്ഞാൽ ഇന്ത്യക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. അത് ഇന്ത്യ ദ്രോഹമായിട്ട് ബാധിക്കുകയുള്ളൂ. ഈ അമേരിക്കൻ കമ്പനി അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ അവിടെ അടുത്ത സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ഇന്ത്യയെ.
ഇപ്പം പറയുന്ന മലയാളികൾക്കാണെങ്കിൽ ഇന്ത്യക്കാർക്ക് അവിടെ ജോലി ചെയ്യുക, കാരണം വലിയൊരു സംഭവമായിട്ട് ഡെവലപ്പ് ചെയ്യുക. ആ പൊട്ടൻഷ്യലാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും താല്പര്യമാണത്. ഈ പറയുന്ന റഷ്യ, ഈ അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ സംഭവത്തിൻ്റെ പിച്ച് മാറും. അതേപോലെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ അമേരിക്കയും ചൈനയും പോലെ ഇന്ത്യക്ക് ഇതേപോലെ ദ്വീപുകളൊക്കെ ഏറ്റെടുത്ത് വിലയ്ക്ക് മേടിച്ച് സംഭവങ്ങൾ നടത്താൻ പറ്റും. പക്ഷെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ മാൻ പവറും കമ്പനികളൊക്കെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്താണ് ഈ പറയുന്ന ഗ്രീൻലാൻഡ്. അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അമേരിക്ക കഴിഞ്ഞാൽ അത് കിട്ടാൻ പോകുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്താണ്. ഉറപ്പായിട്ടും അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുമ്പം കേരളത്തിലുള്ളവർക്ക് വലിയൊരു പൊട്ടൻഷ്യൽ ഒരു രാജ്യമായിട്ട് വരികയാണ്. അവിടെയാണ് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം.